ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ കോർപ്പറേഷനിലേക്ക് കയറില്ല എന്നാണ് ശബരിനാഥ് പറഞ്ഞത്. എന്നാൽ ശബരിനാഥെ നെഞ്ചും വിരിച്ചുകൊണ്ട് സുഗതൻ കോർപ്പറേഷനിലേക്ക് കാലുവെക്കാനായിട്ട് എത്തുകയാണ്. ക്യാമറ കാണുമ്പോൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോ ഉണ്ട് ഈ ശബരിനാഥിന്. അങ്ങനെ കാണിച്ചുകൊണ്ട് സുഗതനെ തടയാൻ ചെന്നാൽ ഒന്നാമത്തെ കാപ്പ കേസില് പ്രതിയായിട്ടാണ് സുഗതനെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ എല്ലാം കൂടെ ഒരു മുദ്ര കുത്തി വച്ചിരിക്കുന്നത്. സുഗതൻ സ്വാഭാവികമായി ശബരിനാഥിന്റെ കൊങ്ങയ്ക്ക് പിടിക്കും. നേരത്തെ ഈ പെൺപാടകളെ എല്ലാം കൂടെ അണിനിർത്തിക്കൊണ്ട് അവരുടെ നടുക്ക് നിന്നുകൊണ്ട് ഒരു ഒൺമാൻ ഷോ ആണ് കാണിച്ചതെങ്കിൽ സുഗതൻ കയറി വന്ന് ശബരിനാഥിന്റെ കൊങ്ങയ്ക്ക് പിടിക്കുമ്പോൾ ആരും തടുക്കാൻ വരില്ല എന്ന കാര്യം കൂടി ഓർക്കണം. കൂടാതെ അതായത് സുഗതനെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇരിക്കാൻ എന്തെങ്കിലും ഒരു പണിയൊപ്പിച്ചാൽ അത് കോടതി അലക്ഷ്യ നടപടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. കൂടാതെ ശബരിനാഥിന്റെ പേരിൽ കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയതിന് പോലീസിനെ പിടിച്ച് അകത്തിടേണ്ടി വരും എന്ന കാര്യം കൂടി ഓർക്കണം. അന്ന് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് BJP കൗൺസിലർമാർക്ക് നേരെ ശബരിനാഥിന്റെ ഒരു ചൂടുവെള്ളം ഒഴിക്കൽ പ്രയോഗമുണ്ടായിരുന്നു. ആ പ്രയോഗമായിട്ട് ഇന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ BJPയുടെ കൗൺസിലർമാർ തന്നെ ശക്തമായി തിരിച്ചടിച്ചിരിക്കും. കാരണം രണ്ടു വട്ടം അവർ സമാധാനപരമായി നിൽക്കും. മൂന്നാമത്തെ പ്രാവശ്യം അവർ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ അവരുടെ ആ ശക്തി താങ്ങാൻ ചിലപ്പോൾ ശബരിനാഥിന് കെൽപ്പുണ്ടാകണമെന്നില്ല. ഇനി തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് സ്വസ്ഥമായി ഇനി സമാധാനപരമായി 5 വർഷം ഇനി ഭരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അനാവശ്യമായ ചില മാപ്രകൾ പറഞ്ഞുകൊണ്ടിരുന്നത് നഗരസഭയിൽ BJPക്ക് ഇതാ ഭരണം നഷ്ടമാകാൻ പോകുന്നു, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഭരണം നഷ്ടമാകുന്നു, സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഇനി VV രാജേഷിനും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും ഇനി തിരുവനന്തപുരം നഗരസഭയിൽ ഇനി ഭരണത്തിന് ഉള്ള ഒരു സാധ്യതയുള്ളൂ, അതിനുശേഷം ഇനി ഇതാ ഭരണം നഷ്ടമാകുന്നു, വീണ്ടും അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയുന്ന ഒരു മട്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നതോടെ. CPM നേതാക്കളുടെ നെഞ്ചിൽ സംഹാര താണ്ഡവമാടാനിതാ സുഗതൻ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായി സുഗതൻ അധികാരമേൽക്കും. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഈ മാസത്തെ കൗൺസിൽ യോഗം കൂടി VV രാജേഷ് വിളിച്ചുകൂട്ടും. ആ VV രാജേഷ് വിളിച്ചുകൂട്ടുന്ന കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുക്കും. ആ ഫയലിൽ, അതായത് ആ രജിസ്റ്ററിൽ ഒപ്പിടുകയും ചെയ്യുന്നതോടുകൂടി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതോടെ പ്രതിപക്ഷം തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിൽ കിട്ടിയ പന്തൽ ഏതാണ്ട് ഇന്ന് തന്നെ അയക്കാനുള്ള എല്ലാ നീക്കങ്ങളുമായി അവർ പോകുന്നു. അതിന്റെ ഒരു തിരശീല ഇനി വീഴുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വട്ടിയൂർക്കാവ് SI അടക്കം ഭീഷണിപ്പെടുത്തിയ ഒരു കാര്യം സുഗതൻ കോടതി മുമ്പാകെ പറഞ്ഞതുണ്ട്. അതായത് ഒരു പോലീസുകാരൻ വിചാരിച്ചാലും മതി നീ ജയിലിൽ കിടക്കാനെന്ന്. ആ ഒരൊറ്റ വാക്ക് സുഗതൻ പറഞ്ഞതും കൂടാതെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആകണം മെഡിക്കലിന് വേണ്ടി കൊണ്ടുപോകേണ്ടത്. പക്ഷെ എന്തിനാണ് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്നും വട്ടിയൂർക്കാവ് പോലീസിന്റെ ജീപ്പ് പോകുന്നു, അതിൽ SI പോകുന്നു എന്തുകൊണ്ട് എന്ന് കോടതി ചോദിച്ചപ്പോൾ കോടതിക്ക് തന്നെ മൊത്തത്തിൽ ഒരു പൊരുത്തക്കേട്ടുണ്ടായി. കാരണം സുഗതന്റെ കേസ് ഫയലുകൾ എടുത്തു നോക്കിയപ്പോൾ അതിലെല്ലാത്തിലും കേസുള്ളത് വട്ടിയൂർക്കാവ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മാത്രമാണ്. അപ്പോൾ തന്നെ ഇത് മുൻ MLAയും അതോടൊപ്പം തന്നെ മുൻ മേയറുമായ VK പ്രശാന്തും CPM നേതാക്കളും കൂടെ ചെയ്തു കൂട്ടിയ ഒരു തിരക്കഥയാണ് എന്ന കാര്യവും മനസ്സിലായി. കാരണം വട്ടിയൂർക്കാവ് CA അടക്കമുള്ളവർക്കെതിരെ ഇതിനു മുന്നേയും ഔദ്യോഗികമായ ചില നടപടികൾ നേരിട്ടിട്ടുണ്ട് എന്ന് കോടതിയുടെ മുമ്പാകെ സുഗതന്റെ വക്കീലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കോടതി ഒന്നും നിസ്സാരമായിട്ടല്ല കാണുന്നത്. കോടതിയുടെ, അതായത് നെടുമങ്ങാട് കോടതിയുടെ പരിഗണനയിലുള്ള 2 കേസുകൾക്കാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം തന്നെ നൽകിയിരിക്കുന്നത്. ഈ മാസം 13-ന് വൈകിട്ട് 5 മണി മുതൽ 14-ന് വൈകിട്ട് 7 മണി വരെയാണ് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ റിമാൻഡിൽ കഴിയുന്ന കൗൺസിലർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് BJPയും നെടുമങ്ങാട് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നീക്കവും കൂടി, അതായത് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സുഗതന്റെ വക്കീലും കൂടെ ഒരു അപേക്ഷ സമർപ്പിച്ചു. അതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ വലിയ കുറ്റങ്ങളൊന്നുമല്ല. കാരണം ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പരിധിയിൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട അടിപിടി കേസിലാണ് സുഗതന്റെ പേരിൽ ആദ്യം കേസെടുക്കുന്നത്. എന്നാൽ ആ കേസിൽ തൊണ്ടിമുതൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പോലും അത് കണ്ടെടുത്ത് കോടതി മുമ്പാകെ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി തൊണ്ടിമുതലില്ല, അതിനൊരു തെളിവില്ല എന്ന് വരുമ്പോൾ അത് എഴുതി തള്ളുന്ന ഒരു കാര്യത്തിലേക്ക് കേസുകൾ പോകും. സുഗതന് സ്വാഭാവികമായി ജാമ്യം കിട്ടാനുള്ള എല്ലാ വഴിയും അന്ന് തന്നെ തുറന്നു എന്നതാണ് ഏറ്റവും പ്രധാനം.
അതോടെ ഇനിയിപ്പോൾ ഏകദേശം അതായത് മൊത്തത്തിൽ CPM നേതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം PV രാജേഷ് ഒരു 10 വർഷം 15 വർഷത്തെ ഫയലുകളെല്ലാം തന്നെ എടുത്തിട്ട് പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത്രയും കാലമായി പണിയെടുക്കാതെ പോക്കറ്റ് നിറച്ചുകൊണ്ടിരുന്ന CPM നേതാക്കൾക്ക് കണ്ടോൺമെന്റ് അതായത് പാളയത്തെ തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള പാളയം മാർക്കറ്റിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അനധികൃതമായി തിരുവനന്തപുരം നഗരത്തിൽ കെട്ടിപ്പൊക്കിയ എല്ലാ കടകളും JCB കൊണ്ട് പൊളിച്ചെടുക്കുന്ന ഒരു നീക്കമുണ്ടാകുന്നു. കൂടാതെ ഈ CPM നേതാക്കൾ തന്നെ റോഡിലും ആമേഞ്ചാൻ തോട്ടിലുമൊക്കെ കൊണ്ട് വേസ്റ്റ് എറിയുന്നതെല്ലാം തന്നെ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥർ പിടിച്ച് എടുക്കുന്നു. അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇനി അവിടെ CPM നേതാക്കളുടെ വാക്കുകൾ കേൾക്കാൻ ആരും ഇല്ല, അവരുടെ വാക്കുകൾക്ക് ഇനി ഒരു വിലയുമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കൂടാതെ മുൻ MLA അതോടൊപ്പം തന്നെ മുൻ കൗൺസിലറുമായ VK പ്രശാന്തും അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രനുമൊക്കെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മുൻ മേയറായ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ കാണിച്ചു കൂട്ടിയ അവരൊക്കെ മേയറായിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ അഴിമതികളെല്ലാം തന്നെ ഇപ്പോൾ ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് നഗരസഭാ സെക്രട്ടറിയോട് VV രാജേഷ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ റിപ്പോർട്ടും കൂടെ VV രാജേഷിന്റെ മേശപ്പുറത്തേക്ക് എത്തുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേരിലേക്ക് ഒരു കേസെടുക്കാനായിട്ടുള്ള ഒരു ഔദ്യോഗികമായ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ലെറ്റർ നേരെ മ്യൂസിയം പോലീസിന്റെ കയ്യിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.